ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവസന്നിധിയിൽ കഠിനമായ പാപം ഏലിയുടെ ആൺമക്കളായ പുരോഹിതന്മാർ ചെയ്തപ്പോൾ ഇസ്രായേൽ ജനം അവരുടെ തെറ്റ് തിരിച്ചറിഞ്ഞിട്ടും അതിനെ ശരിയായ നിലയിൽ തിരുത്താതെ വന്നപ്പോൾ ദൈവസന്നിധിയിൽ കർത്താവ് നടത്തുന്ന ന്യായവിധിയെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ഓർത്തതുപോലെ ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു. രണ്ടാമതായിട്ട് ഇസ്രായേൽ തോറ്റുപോകുന്ന ചരിത്രം നമുക്ക് കാണുന്നതും അനേകരുടെ മഹാസംഹാരത്തിലേക്ക് അത് വഴിവെച്ചതും നാം കാണുകയുണ്ടായി. മൂന്നാമതായിട്ട് ഏലിയുടെ 2 പുത്രന്മാരായ പുരോഹിതന്മാർ ഹൊഫ്നിയും ഫിനെഹാസും പട്ടുപോയി. നാലാമതായിട്ട് ദൈവത്തിൻ്റെ പുരോഹിതനായ ഏലി പടിവാതിൽക്കൽ ആസനത്തിൽ നിന്ന് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു. എത്ര കഠിനമായ ന്യായവിധിയാണ് ദൈവസന്നിധിയിൽ കഠിന പാപം ചെയ്ത ഇസ്രായേലിന് ഏലിയുടെ പുത്രന്മാർക്ക് വന്നത് എന്നുള്ളത് ഒരു ഭയനിർദ്ദേശമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരികയാണ്. തുടർന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് മുൻപ് അങ്ങേ സ്വാഗതം ചെയ്യുന്നു ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിച്ചിട്ടുള്ള തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 55-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. 4-ാം അധ്യായം ഇന്നും തുടരുകയാണ്. അവരുടെ പാപത്തിൻ്റെ പരിണിതഫലമായ 5-ാമത്തെ പ്രത്യാഘാതം അഥവാ അതിൻ്റെ ദുഃഖം എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് 19-20 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു. എന്നാൽ അവൻ്റെ മരുമകൾ, അതായത് ഏലിയുടെ മരുമകൾ ഫിനെഹാസിൻ്റെ ഭാര്യ പ്രസവമെടുത്ത ഗർഭിണിയായിരുന്നു. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോയതും അമ്മാവിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവവേദന തുടങ്ങി. അവൾ നിലത്തു വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ, അർത്ഥാൽ അവൾ മരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഒരു മകനെ പ്രസവിച്ച ശേഷം അവൾ മരിക്കുകയാണ്. വാസ്തവത്തിൽ എത്രമാത്രം കഠിനമായിട്ടുള്ള ന്യായവിധിയാണ് ഏലിയുടെ ഗ്രഹത്തിന്മേൽ വന്നത് എന്നുള്ളത് നമുക്ക് ഒരു ഭയനിർദ്ദേശമായിട്ടിരിക്കട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ തുടർമാനമായി ചെയ്യുന്ന പാപം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് മ്ലേച്ഛതയിലും പാപത്തിലും തുടരുന്നത് ഒരിക്കലും ശുഭകരമായി തീരുകയില്ല എന്നുള്ളത് ദൈവവചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അനുസരിക്കുമ്പോൾ യഹോവ ഭക്തനായ പുരുഷനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദൈവസന്നിധിയിൽ കുടുംബമായി തെറ്റ് ചെയ്താൽ, ദൈവത്തോട് മറുതലിച്ച് നിന്നാൽ ദൈവികമായ നന്മകൾ പ്രാപിക്കുന്നതിന് പകരം ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ളത് മറക്കരുത്. ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. ദൈവം എപ്പോഴും നന്മകൾ ചെയ്യുന്ന ദൈവമാണ്. എന്നാൽ മനഃപൂർവമായ പാപങ്ങൾ, ദൈവത്തിനെതിരെ പുറംതിരിഞ്ഞെന്ന് ചെയ്യുന്ന കഠിനമായ പാപങ്ങൾ, അത് ന്യായവിധിയിലേക്കുള്ള വാതായനമാണ് എന്നുള്ളത് മറക്കുവാൻ പാടില്ല. 6-ാമതായിട്ട് അവർക്കുണ്ടായ കഠിനമായ ശിക്ഷ എന്തായിരുന്നു? അതും നമുക്ക് ഇവിടെ തന്നെ കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. ശ്രദ്ധിക്കുക, അതിൻ്റെ 20, 21, 22 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവൾ മരിപ്പാറായപ്പോൾ അരികെ നിന്ന സ്ത്രീകൾ അവളോട്, ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോകൊണ്ടും അമ്മാവിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. അവൾ ആ കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടു. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോകൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു. വാസ്തവത്തിൽ ഈ സഹോദരിയുടെ ആത്മീയമായ ഒരു പരിജ്ഞാനം, ആത്മീയമായ ഒരു തിരിച്ചറിവ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു.
അവൾക്ക് നിശ്ചയമായിട്ടും അറിയാമായിരുന്നു ഇസ്രയേലിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മാനുഷിക ഘടകമല്ല എന്നുള്ളത്. മറിച്ച് ഇസ്രയേലിൻ്റെ മഹത്വം ദൈവമാണ്. ഇസ്രയേലിനെ വഴി നടത്തിയ, അവരെ വീണ്ടെടുത്ത, അവരെ പുലർത്തിയ, അവരുടെ തലയ്ക്ക് മീതെ സ്നേഹത്തിൻ്റെ കൊടി പിടിച്ചിട്ടുള്ള സ്വർഗത്തിലെ ദൈവമാണ് ഇസ്രയേലിൻ്റെ മഹത്വമെന്ന തിരിച്ചറിവ് ഇവിടെ ഇതാ ഈ സഹോദരിക്കുണ്ടായിരുന്നു. അവൾ ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടതുകൊണ്ട് അവൾ പ്രസവിക്കുമ്പോൾ തൻ്റെ മകന് ഈഖാബോദ് എന്ന് പേരിട്ട് അവൾ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോയതുകൊണ്ട് മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മഹത്വമായിട്ടുള്ളത് മാനുഷിക ഘടകങ്ങളല്ല. നമ്മുടെ എന്തെങ്കിലും കഴിവോ നമ്മുടെ എന്തെങ്കിലും പ്രത്യേകതകളോ ഒരിക്കലും മഹത്വമായിട്ട് ചിന്തിക്കരുത്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ മഹത്വമെന്ന് പറയുന്നത് അവളുടെ അവൻ്റെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ ദൈവപുത്രനാണ്, സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവനാമത്തിന് മഹത്വത്തിന് വിഘാതം വരുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. അത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മഹത്വം സ്വർഗത്തിലെ ദൈവമായതുകൊണ്ട് കർത്താവിന് ഹിതകരമായത് ചെയ്ത് ജീവിപ്പാൻ നമുക്ക് ഇടയായിത്തീരണം. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാനിങ്ങനെ പറയട്ടെ, അങ്ങയുടെ ജീവിതത്തിൻ്റെ മഹത്വം ദൈവമായി തീരട്ടെ. ദൈവമാണ് ജീവിതത്തിൻ്റെ മഹത്വത്തിൻ്റെ നിദാനമെന്ന് പറയുന്നത്. മാനുഷികമായ സകല ഘടകങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നതാണ്, അത് നമ്മെ വിട്ടുപോകുന്നതാണ്. എന്നാൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏകരക്ഷിതാവും കർത്താവും ദൈവവുമായി സ്വീകരിക്കുമ്പോൾ ജീവിതത്തിൽ മഹത്വത്തിൻ്റെ കിരീടമണിയിക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് മഹത്വമായ ദൈവത്തെ ജീവിതത്തിലേക്ക് സ്വീകരിപ്പാൻ അങ്ങയ്ക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.